കോഴിക്കോട്ടേക്ക് പോകണം എന്ന് വെച്ചാൽ മുമ്പൊക്കെ 1 മണിക്കൂർ 1.25 മണിക്കൂർ മതിയായിരുന്നു. ഇപ്പൊ ചുരുങ്ങിയ 2 മണിക്കൂർ കാണണം മലപ്പുറത്തുനിന്ന് കോഴിക്കോട്ടെത്താൻ. SS മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്രാമപ്രദേശങ്ങളിലെ യാത്രാക്ലേശം, ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. പുതിയ 40 റൂട്ടുകൾക്ക് നിർദ്ദേശം. ഏറനാട് താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കാനും പൊതുഗതാഗതം കാര്യക്ഷമമാക്കാനുമായി മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. KSRTC, സ്വകാര്യ ബസ്സുകൾ തുടങ്ങിയവ സർവീസ് നടത്താത്ത മേഖലകളിൽ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഗ്രാമീണ റൂട്ടുകളെക്കുറിച്ചും സദസ്സിൽ ചർച്ച നടത്തി. താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും 40 റൂട്ടുകളിലേക്കുള്ള നിർദ്ദേശമാണ് ജനകീയ സദസ്സിൽ ലഭിച്ചത്. റൂട്ടുകളെ സംബന്ധിച്ച് പഞ്ചായത്ത്, പൊതുമരാമത്ത്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ വിശകലനത്തിനു ശേഷം പരിഗണിക്കാവുന്ന റൂട്ടുകളിൽ കൂടി സർവീസ് ആരംഭിക്കുന്നതിന് യോഗത്തിൽ തീരുമാനിച്ചു. ഏറനാട് താലൂക്കിലെ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വാർഡ് മെമ്പർമാർ, മുനിസിപ്പൽ കൗൺസിലർമാർ, സ്വകാര്യ ബസ് സർവീസ് സംഘടനാ ഭാരവാഹികൾ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, തൊഴിലാളി സംഘടനാ നേതാക്കൾ, പൊതുജനങ്ങൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ജനകീയ സദസ്സ് PK ബഷീർ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ P ഉബൈദുള്ള MLA അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA മുഖ്യാതിഥിയായിരുന്നു. പുതിയ ബസ് റൂട്ട് പ്രപ്പോസൽ സമർപ്പണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ നിർവഹിച്ചു. MB ISP ബിജുമോൻ വിഷയാവതരണം നടത്തി. മലപ്പുറം RTOPA നസീർ സ്വാഗതവും MB IT ഫൈസൽ നന്ദിയും പറഞ്ഞു. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം. മിനി ബസ് ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ജനപ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. വാർഡ് മെമ്പർ മുതൽ MLA വരെയുള്ള ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ജനപ്രതിനിധികൾക്കാണ് ഒരു പ്രദേശത്തിന്റെ ഹൃദയ സ്പന്ദനം അറിയാൻ പറ്റുന്നത്. യഥാർത്ഥമായിട്ട് ജനങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ എന്താണെന്ന് ജനപ്രതിനിധികൾക്കാണ് അറിയാമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ജനപ്രതിനിധികളെ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ ജനപ്രതിനിധികളാണ് യഥാർത്ഥത്തിൽ റൂട്ട് കണ്ടെത്തി സമർപ്പിക്കേണ്ടത്. കോഴിക്കോട്ടേക്ക് പോകണം എന്ന് വെച്ചാൽ മുമ്പൊക്കെ 1 മണിക്കൂർ 1.25 മണിക്കൂർ മതിയായിരുന്നു. ഇപ്പൊ ചുരുങ്ങിയ 2 മണിക്കൂർ കാണണം മലപ്പുറത്തുനിന്ന് കോഴിക്കോട്ടെത്താൻ. അതാണ് സ്ഥിതി. എല്ലായിടത്തും സ്ഥിതിയാണ്. എവിടേക്ക് പോകണമെങ്കിലും മോങ്ങത്തും മൊറിയൂരും ഒക്കെ അനുഭവപ്പെടുന്ന ട്രാഫിക് ജാം. അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ പറയും വേണ്ട. എല്ലായിടത്തും ഇവിടുന്ന് അങ്ങോട്ട് പെരുന്തൽമണ്ണ റോട്ടിൽ പോയാൽ മക്കരപ്പറമ്പ് സ്ഥിരമായിട്ട് ജാമാണ്. അരീക്കോട് റോട്ടിൽ പോയാൽ ഇപ്പോൾ കുറച്ച് റോഡൊക്കെ ഉഷാറായതുകൊണ്ട് വലിയ ജാമില്ല. കാവനൂരൊക്കെ എപ്പോഴും പ്രശ്നമായി. അങ്ങനെ എല്ലായിടത്തും. പിന്നെ മഞ്ചേരി നെല്ലിപ്പറമ്പ് വരെ പറയും വേണ്ട. ഒരു അരമണിക്കൂർ വേണം. തിരുവാക്കോട്ടില്ലല്ലോ, 1/2 മണിക്കൂർ കാണണം മഞ്ചേരി നെല്ലിപ്പറമ്പ് എത്രയും. അവിടെ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വേറെ റോഡിന്റെ ഭാഗമായതുകൊണ്ട് അങ്ങനെ പോകും. അപ്പൊ ഇതാണ് സ്ഥിതി. അപ്പൊ എവിടെ നമുക്ക് സമയം കണക്കാക്കി പോകാൻ പറ്റില്ല. എന്നാൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കുറവില്ല. ഈ വാഹനക്കാർ റോട്ടുകാരാണ്. അപ്പൊ ജനങ്ങൾക്കിപ്പോ സ്വന്തമായി വാഹനം വാങ്ങിക്കാൻ കഴിവുള്ളവർക്ക് പോലും സമയത്ത് കുറച്ചുകൂടി എത്താൻ നല്ലത് ഈ ബസ് പോവാൻ. എന്നാൽ അത്ര ബുദ്ധിമുട്ടില്ല. കാരണം ഈ വാഹനം കൂടുമ്പോഴാണല്ലോ ട്രാഫിക് ജാം വരുന്നത്. അപ്പൊ വീട്ടിലെ വാഹനക്കാരെ വെച്ചിട്ട് ചില ആളുകളൊക്കെ അങ്ങനെയാണ്. സ്വന്തമായി കാറുള്ളവർ പോലും, എനിക്കറിയാം, കോഴിക്കോട്ടേക്ക് പോകാൻ പലരും കാറൊക്കെ നിർത്തിയിട്ട് ബസ്സിലാണ് പോകുന്നത്. കാരണം ഈ ട്രാഫിക് ജാം ആലോചിച്ചിട്ട് അത് സൗകര്യമാണ്. അപ്പൊ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ യാത്രയാണ്. ഗവൺമെന്റ് കൊണ്ടുപോകും. അപ്പൊ അവിടെ ഒരു ചർച്ച വന്നിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാവും. ഇവിടെ വന്നപ്പോ തന്നെ ആശങ്ക പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ ടൈം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്ന്. പിന്നെ ബാക്കി ചില കാര്യങ്ങളൊക്കെ വലിയ ആധികാരികമായിട്ട് ലത്തീഫാക നമ്മളോട് പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഉറപ്പാ ഒന്ന് കോടതി പോയി അത് സ്റ്റേ ചെയ്താൽ കഴിഞ്ഞില്ല. പിന്നെ രണ്ടാമത്തെ വേണ്ടേ, പിന്നെ രണ്ടാമത് കലക്ടർ ആക്കിയ മീറ്റിംഗ് കൂടിയിട്ട് വേണ്ടേ. അപ്പൊ ഇതാണ് ഇതിന്റെ വിഷയം. പിന്നെ ഒരുപാട് പ്രയാസങ്ങളും കാര്യങ്ങളുണ്ട്. അതൊക്കെ കൂടി ചർച്ച ചെയ്തിട്ട് കാര്യങ്ങളുണ്ട്. നമ്മളെ വിളിച്ച ബന്ധു മാത്രമായിട്ട് ഞാൻ ടാക്സ് കൊടുക്കണം, കുട്ടികളെ ചാർജ് കൊടുക്കണം ഒന്നും ഇവിടെ പറയണം. അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ഇവിടുത്തെ വിഷയം ഈ ഒരു വിഷയത്തിന്റെ ഒരു ഊന്നലാണ്. അല്ല നമ്മൾ എവിടെയും ചർച്ച കാട് കയറിക്കാണ് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ റോഡ് കാര്യങ്ങളൊക്കെ പോകാൻ കാര്യം പറയാം. അതൊക്കെ മട്ടത്തിൽ നടക്കും. അല്ല അതിന് കുറെ നിങ്ങളിപ്പോൾ പോയിട്ട് വയനാട്ടിലാണ് പോയി നോക്കണ്ടേ. ഒരിടങ്ങാറ് അത് കുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാനവിടെ 3 ആഴ്ചയായിട്ട്. അപ്പോ
ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ട്. അതൊക്കെ എന്തിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക ഇതാണ് പറയാനുള്ളത്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ നോക്കിയിട്ട് ചർച്ച ചെയ്തിട്ട് നല്ല ഒരു തീരുമാനത്തിലെത്താം. നല്ലൊരു പദ്ധതിയാണ്. ഗതാഗത സൗകര്യം ഉണ്ടാകുന്നവർക്ക് വണ്ടി വേണം. പക്ഷെ ഗതാഗത സൗകര്യം ഇല്ലാത്തവർക്ക് എന്താ വെച്ചാല് പണ്ടൊക്കെ ഒരു ബസ്സാണ് വരണം. ആ ഒരു ബസ് വന്ന് അടുത്ത ബസ്സിന് കാത്ത് ഇന്ന ബസ് 15 രൂപ വരും, ഇന്ന ബസ് ഇത്ര രൂപ വരും, 2 സ്റ്റോപ്പ് വരും. അത് മുമ്പത്തെ കാലങ്ങളൊക്കെ. ഇപ്പൊ എന്താ വെച്ചാൽ എല്ലാവരുടെ പേരിലും മോട്ടോർ സൈക്കിൾ ഉണ്ട്, എല്ലാവരുടെ പേരിലും ഓട്ടോറിക്ഷ ഉണ്ട്, എല്ലാവരുടെ പേരിലും അത്യാവശ്യം അത് ഏതൊരാളുടെ പേരിലും ഇല്ലാത്തല്ല. അപ്പൊ ഗ്രാമീണ മേഖലയിൽ കൂടി ബസ്സൊക്കെ വരുമ്പോ 6 5 കാറാണ്. ഞാൻ ഈ ഗ്രാമവണ്ടി എറണാകുളം പഞ്ചായത്തില് ഗ്രാമവണ്ടി ഉണ്ട്. അതിന്റെ ഒരു റിമോട്ട് ഏരിയയിൽ ആ 15 ഞാൻ തന്നെ റൂട്ട് ഉണ്ടാക്കി കൊടുത്തു. ബസ്സിലെ ആളുകാരുണ്ട്. അപ്പൊ എല്ലാം ഇപ്പൊ ആവേശക്കാരുണ്ടാവും. ബസ് ഉത്സാഹമാക്കാൻ കുഴപ്പമൊന്നുമില്ല. പലരും കൂടി കണ്ടാൽ മതി. അപ്പൊ ഇതുകൂടി നോക്കിയിട്ട് എല്ലാ കാര്യവും ഞാനതിന്റെ നെഗറ്റീവ് പറയുന്നുണ്ടോ, ഞാനതിന്റെ പോസിറ്റീവും അതിന്റെ നെഗറ്റീവും രണ്ടും ആലോചിച്ചോളൂ. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് തീരുമാനം ഉണ്ടാവും. സംഗതി പറഞ്ഞാല് പിന്നെ അവനാ ഡ്രൈവറും അവനാ കണ്ടക്ടറും ആണ് അതിനെ നടക്കുള്ളൂ. അതും കൂടി ആയിട്ട് നോക്കുള്ളൂ. ചെറിയ ബസ്സൊക്കെ ആവുമ്പോ അങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ട്. പിന്നെ ഞാൻ പറയില്ല, ഞാൻ പറയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ആ കാര്യങ്ങൾക്ക് ഒരു ചർച്ച നല്ല രീതിയിൽ നടക്കട്ടെ, അതിന് തുടക്കം കുറിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആ ചർച്ചയുടെ തുടക്കം കുറിച്ചുകൊണ്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. തന്നെ ശരി. അഭിഭാഷകര് ഹൈക്കോടതിയിൽ നിന്നൊക്കെ വന്ന് നീണ്ട ആർഗ്യുമെന്റ് നടത്തും. അത് കേരള ഹൈക്കോടതിയിലെ വിധി, സുപ്രീം കോടതിയിലെ വിധിയൊക്കെ വെച്ച് നീണ്ട ആർഗ്യുമെന്റ് നടത്തി അതിന് ശേഷമാണ് ഒരു തീരുമാനം എടുക്കുക. അങ്ങനെ നടന്നു പോകുന്നത്. അപ്പോ ഒരു വിഭാഗം അപ്പോ പിന്നെ റൂട്ടിന് വേണ്ടി ചിലപ്പോ നമ്മളെ അപ്പോ ഒരുപാട് വക്കീൽമാരുണ്ടാവും. ഇതൊക്കെ ഓരോരുത്തർക്കും ടൈം കോൺഫറൻസ് വേണം. അവിടെ ഒരാവശ്യമില്ലാത്തതാണ്, തീരെ കൊടുക്കരുത് എന്ന് പറയും. അത് ക്വാളിഫിക്കേഷൻ ഒരുപാടാണ് അല്ലേ? സെക്ടർ ക്വാളിഫിക്കേഷൻ. അതായത് പിന്നെ ഈ റോഡില് ഒരു ഓഫീസുണ്ട്, വർക്ക്ഷോപ്പുണ്ട്, സെക്ടർ ക്വാളിഫിക്കേഷൻ്റെ വീടുണ്ട്. അങ്ങനെ നല്ല ലൈസൻസിന്റെ പുതിയ വണ്ടിയുണ്ട്, ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് മോഡൽ വണ്ടിയുണ്ട് എന്നുള്ള ക്വാളിഫിക്കേഷനൊക്കെ പറയും. അപ്പൊ മറ്റേ ആള് എതിർക്കുന്ന ആള് പറയുക അതിലെല്ലാ റൂട്ട് പിന്നെ വീട് കുറയാണ്, അല്ലെങ്കിൽ അവരുടെ അത്ര മറ്റേ ക്വാളിറ്റി. അങ്ങനെ ഈ രണ്ടും കേട്ടിട്ട് വാദം കേട്ടിട്ട് അവസാനം ആപ്തിയെ ഒരു വിധി വരെ അങ്ങനെ ഹൈക്കോടതിയിലെ പ്രഗത്ഭരായ അഭിഭാഷകർ 2 വാദത്തിലിരുന്ന് ദീർഘമായ വാദപ്രതിവാദങ്ങൾ നടത്തി. പക്ഷെ ഇന്നിപ്പോ അങ്ങനെയൊന്നും ഇല്ല അല്ലെ? 88-ന് ശേഷം ഈ ആക്ട്, മോട്ടോർ വെഹിക്കിൾ ആക്ട് മാറ്റം വന്നതോടുകൂടി ആദ്യ മെല്ലെ അത് എന്തെങ്കിലും അതില്ലാത്ത രീതിയിലാണ് പോകുന്നത്. അപ്പൊ എന്തായെന്ന് വെച്ചാൽ അന്ന്